താങ്കളിപ്പോൾ ഒരു വീട്ടുതടങ്കലിലാണോ? പോലീസൊക്കെ മുമ്പിലുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും. സ്വതന്ത്രമായിട്ട് ജീവിക്കേണ്ട താങ്കൾക്ക് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്താ? ഒരർത്ഥത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇതിപ്പോൾ എനിക്കുള്ള സംരക്ഷണമാണോ, അതല്ല എന്നെ കാണാൻ ആരൊക്കെ വരുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാനുള്ള ആലോചനയുടെ ഭാഗമാണോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ എൻ്റെ പേരിൽ നടപടിയെടുത്ത് ആ ദിവസം മുതലാണ് പോലീസ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് എന്ന വിവരം കൃത്യമായി നേതൃത്വത്തെ, ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് അത് എന്നാണ് ഞാൻ കരുതുന്നത്. സംരക്ഷണമാണെങ്കിൽ ഇപ്പോൾ ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിയും വരെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായാൽ അവർക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുക. തെരഞ്ഞെടുപ്പിലൊരു തിരിച്ചടിയായി അത് മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അക്രമ സംഭവങ്ങളിൽ നിന്ന് പിന്തിരിയാൻ പാർട്ടി നേതൃത്വം തന്നെ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പോലീസ് സംരക്ഷണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി പോലീസ് സംരക്ഷണം കൊണ്ട് മാത്രം എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഇല്ലാതിരിക്കും എന്നും ഞാൻ കരുതുന്നില്ല. കാരണം പുറത്തിറങ്ങി നടക്കേണ്ടി വരുമല്ലോ, പലയിടത്തും പോകേണ്ടി വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ എവിടെ വെച്ചും അക്രമം നടത്താൻ തീരുമാനിച്ചാൽ ആക്രമിക്കപ്പെടാം. അതുകൊണ്ട് ഇതൊരു യഥാർത്ഥത്തിൽ ഒരു വീട്ടുതടങ്കൽ പോലെ തന്നെയാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ. താങ്കളുടെ പടം വെച്ചിട്ടുള്ള അതിന് കത്തിയോ വാളോ എന്തൊക്കെ വരച്ച് വെച്ചിട്ട് ഏറ്റവും വികൃതമായ രീതിയിൽ ഒരു മനുഷ്യനൊരിക്കലും ജീവിതത്തിൽ അങ്ങനെ അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. സ്ഥിരമായിട്ട് ആ ബോർഡ് അവിടെ നിൽക്കുകയും പോലീസ് അതിന് നടപടിയൊന്നും എടുക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? മധ്യത്തിൽ ഇതുപോലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു തരത്തിലും നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഫോട്ടോ വെച്ച് ബോർഡ് വന്നു എന്ന് മാത്രമല്ല, ഫോട്ടോയിൽ എൻ്റെ മുഖത്തിന് വാളിൻ്റെയും കത്തിയുടെയും ഒക്കെ ചിത്രം വെച്ച് ഇൻഡു മാർക്ക് ചെയ്ത് വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാപ്ഷനൊക്കെ നൽകിക്കൊണ്ടുള്ള ബോർഡാണ് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും പോലീസ് ഇത്തരത്തിലുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിനൊരാൾ പരാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. പോലീസിന് പരാതി നൽകിയില്ലെങ്കിലും ഒരാളെ ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട്, തേജോവധം ചെയ്തുകൊണ്ട് പൊതുസ്ഥലത്ത് ഇത്തരത്തിലുള്ള ബോർഡുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടുമ്പോൾ അത് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്വം പോലീസിനുള്ളതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല, തയ്യാറാകുന്നില്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവർ അക്കാര്യം ആലോചിക്കേണ്ടതാണ്. ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് എന്നീ ബോർഡ് വെക്കുന്നവർ വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. കോടാലിക്കൈ, വർഗവഞ്ചകൻ തുടങ്ങിയ ഒട്ടേറെ പദങ്ങൾ അവരുപയോഗിക്കുന്നുണ്ട്. ഞാൻ പാർട്ടിക്കകത്തുള്ള ഒരു വിഷയം കഴിഞ്ഞ 4.5 വർഷക്കാലം പാർട്ടിക്കകത്ത് സംഘടനാപരമായി ഉന്നയിച്ച് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അങ്ങനെ നടത്തിയ ശ്രമങ്ങൾ ഫലവത്തായില്ല എന്നതുകൊണ്ടാണ് ഏറ്റവും അവസാനം പൊതുജനങ്ങളുടെ മുമ്പാകെ ആ കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. അപ്പോൾ അതിനെന്നെ നിർബന്ധിച്ചത് ഈ പാർട്ടിയാണ്. കാരണം യഥാസമയം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായിരുന്നുവെങ്കിൽ ഞാൻ പുറത്ത് പരസ്യമായി പറയേണ്ടുന്ന ഒരു വിഷയമേ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിനും
മറുപടി പറയാൻ പാർട്ടി നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് അരിയത്ര എന്നുള്ള ചോദ്യത്തിന് പയറഞ്ഞാഴി എന്നുത്തരം പറയുന്നത് പോലുള്ള നിലപാടുകളാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം നിലപാടുകൾ തിരുത്താൻ പാർട്ടി സന്നദ്ധമാകേണ്ടതുണ്ട്. അതുപോലെ ഒരാളെ സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ തേജോവധം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബോർഡുകളും പ്രചരണങ്ങളും വരുമ്പോൾ അതില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വൈകിയ വേളയിലെങ്കിലും അവർ ഇത്തരം ബോർഡുകൾ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.